ദേവികുളം മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ രാവിലെ മുതൽ അതിശക്തമായ മഴയാണ് പെയ്തത്. രാവിലെ മുതൽ പെയ്ത മഴയിൽ അടിമാലി മേഖലയിലെ വിവിധയിടങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തു. അടിമാലി ഫെഡറൽ ബാങ്ക് ജംഗ്ഷന് സമീപം നിറഞ്ഞ വെള്ളം സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കയറി. അടിമാലി ലൈബ്രറി റോഡിന് സമീപം 20ഓളം കടകളിലാണ് ഓടകൾ നിറഞ്ഞ് വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ളിൽ വെള്ളം കയറിയത്. ഇതുമൂലം സ്ഥാപന ഉടമകൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടായി. ചാറ്റുപാറ സബ്സ്റ്റേഷൻ പടിയിൽ റോഡിൽ വെള്ളം കയറി. അടിമാലി ഫെഡറൽ ബാങ്കിന് സമീപം ശക്തമായ മഴ പെയ്താൽ വെള്ളം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കയറുന്നതാണെന്നും ഇതിനെതിരെ പഞ്ചായത്ത് അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നുമാണ് വ്യാപാരികളുടെ ആവശ്യം. എല്ലാ വർഷവും നമുക്ക് വെള്ളത്തിന്റെ മഴ പെയ്യുമ്പോൾ ഈ വെള്ളം കയറുന്ന ഒരു പ്രശ്നം ഇവിടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ നമ്മുടെ ആ സൈഡിൽ നിന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഡിവൈഡിങ് വെച്ചപ്പോൾ അവിടെ നിന്നുള്ള വെള്ളം കുറഞ്ഞു. പക്ഷേ ഇപ്രാവശ്യം സംഭവിച്ചേക്കുന്നത് ഞങ്ങൾ കണ്ടേക്കുന്നത് തങ്കപ്പൻസ് പമ്പിന്റെ തൊട്ട് ചേർന്നൊരു ഓടയുണ്ട്. അത് നിറഞ്ഞ് മുകളിൽ നിന്നുള്ള വെള്ളം വന്ന് അത് ഓവർഫ്ലോ ആയിട്ട് റോഡിലേക്ക് വന്ന് ആ റോഡ് കവിഞ്ഞു കഴിയുമ്പോഴാണ് ഇങ്ങോട്ട് ഒഴുകാനായിട്ട് വേറെ വഴിയില്ല. നേരെ വന്ന് വേറെ ഓപ്ഷൻ ഇല്ല. സ്ലോപ്പായി കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് കൂടുതലും എല്ലാ പ്രാവശ്യവും വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ്. ശക്തമായ മഴയെ തുടർന്ന് കൂമൻപാറയ്ക്ക് സമീപവും കല്ലാർകുട്ടി കത്തിപ്പാറയ്ക്ക് സമീപവും മണ്ണിടിയുകയും ചെയ്തു. മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഈ ഭാഗങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടു. തുടർന്ന് മണ്ണ് നീക്കം ചെയ്തതിന് ശേഷം ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു. താലൂക്കിലെ മൂന്നാർ, മാങ്കുളം, ബൈസൺ വാലി മേഖലകളിലും രാവിലെ മുതൽ തന്നെ മഴ ശക്തമായി തുടരുകയാണ്. ഇവിടങ്ങളിൽ അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. രാത്രികാലങ്ങളിൽ മലയോര മേഖലയിൽ യാത്ര കഴിവതും ഒഴിവാക്കണമെന്നും ശക്തമായ മഴയ്ക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ ഭരണകൂടവും പ്രാദേശിക ഭരണകൂടവും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.